ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. പൊട്ടിയില രണ്ടില്ല. വെയിറ്റ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഞാൻ ഭാര്യനെ പോലെ ഇരുന്ന് കൂടെ ഇരുന്ന് 3 മണിക്കൂർ കഥയെല്ലാം കേൾക്കും. പക്ഷെ എന്നെ അങ്ങ് പറ്റിക്കും. ഞാൻ ഇതിലെല്ലാം വിശ്വസിച്ച ഒരു പൊട്ടനെ പോലെ ഭാര്യ ഇരുന്ന് കേൾക്കുന്ന പോലെ ഇരുന്ന് കേട്ട് ഇതെല്ലാം ഞാനങ്ങ് വിശ്വസിക്കും. ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് ഈ ഇരുന്ന് ഇതൊക്കെ വിശ്വസിക്കണതെന്നും ഈ കൊട്ട പറയണതൊക്കെ സത്യമാണെന്ന് കരുതി വിശ്വസിച്ച് ഇവന്റെ ട്രാപ്പിൽ പോയി ഞാൻ ഓരോന്ന് എൻ്റെ തൊള്ളയിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് എടുക്കാൻ നോക്കണതാണ് എന്നുള്ളതൊക്കെ എന്താന്നുള്ളത് സത്യാവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇവന്റെ ഒരു വിചാരമുണ്ട്, ഇവൻ എന്തോ ഒരു വലിയ സംഭവം എന്നുള്ളൊരു തോന്നലുണ്ടടാ ഇവന്. സീരിയസ്ലി ഞാൻ പറയാം, ഇവൻ അങ്ങനെ എന്തോ ഒരു ഇവൻ എന്തോ ഒരു വലിയൊരു കുണ്ണയാണ് എന്നുള്ളൊരു തോന്നൽ ഇവനുണ്ട്. മനസ്സിലായോ? ഈ കൊട്ടക്ക് സീരിയസ്ലി പറയാം, ഞാൻ ഇവനൊരു റെസ്പെക്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിന്. പക്ഷെ ഒരു കാര്യമില്ല. ഞാൻ ഇന്നലെ ഇവിടെ നിങ്ങൾ നോക്കണം, ഞാൻ ഇന്നലെ ഇവിടെ മറ്റേ പോർച്ചുഗലിൽ നിന്ന് മാറി ഞാൻ ഫ്രാൻസ് ആയി എന്നൊക്കെ പറഞ്ഞ് ഫണ്ണായി ഒരു അരമണിക്കൂർ ലൈവ് ഇട്ട് പോയി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് ഇവിടെ കടന്ന് ഞാൻ ഉറങ്ങാൻ വേണ്ടിയാണ് നിന്നപ്പം ഭാഷ എൻ്റെ അടുത്ത് വിളിച്ചുകൊണ്ട് ദിഗോട് ഇതേമാതിരി പറയണേ, ഷെയ്ക്കിനൊക്കെ ഇരുന്ന് അവിടെ ആരാധിക്കണായിരുന്നു. ആര്? അപ്പോൾ ഈഗിളിരുന്ന് ആരാധിക്കുകയാണ്. ഈഗിളിനൊന്ന് വിളിച്ചുകൊണ്ട് എന്താ സംഭവം ചോദിച്ചു നോക്ക്. ഈഗിളല്ലേ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് സംസാരിച്ച് സെറ്റാക്കാം, അല്ലാതെ വെറുതെ ലൈവിലിരുന്നാണ്ട് അനാവശ്യമായിട്ട് പറയില്ല എന്നൊക്കെ പറഞ്ഞത് ഈഗിൾ തന്നെ അല്ലായിരുന്നോ? ഒന്ന് വിളിച്ച് സംസാരിക്കാറുണ്ട്. ഞാൻ വിളിച്ചപ്പോ പുള്ളി എന്തോ എന്നെ ഇടിക്കണം എന്നുള്ള മൈൻഡില്. മനസ്സിലായ? പറഞ്ഞോ ചോദിക്കേ, ഞാൻ ലൈവാ, ഞാൻ സ്പീക്കറിലാ, പറ. ഇവ ആരാടാ? ഇവനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു ലൈവാണെങ്കിൽ ലൈവ് കഴിഞ്ഞിട്ട് വിളിയാറുള്ളൂ, അല്ല ഞാൻ ഇവനോട് ആ ലൈവിൽ എന്ത് പറയാനാ? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവന്. പിന്നെ ഞാൻ കട്ടാക്കി കണ്ട ആരെ ലൈവ്, ഇവന്റെ ലൈവ് ഒന്നും ഞാൻ പോയി നോക്കുമ്പോ ലൈവ് ഒന്നല്ല. പിന്നെ ഞാൻ നോക്കുമ്പോ ഡ്രീമറൊക്കെയാണ് ഡ്രീമറിന്റെ ലൈവിലിരുന്ന് അങ്ങനെ അമ്പി ഞാൻ പറയട്ടെ, അമ്പി എന്നുള്ളൊരു സാധനം ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഉമ്മാരുടെ അടുത്ത് പറയുന്നുണ്ട്. എടാ, ഈ പറയണ എല്ലാം ഒരു ഫാൻ ഫൈറ്റ് പോലെ കണ്ടാൽ മതി. മെസ്സിനെ പെസ്സിന്നും റൊണാൾഡോനെ പെനാൾഡോ എന്ന് പറയണ പോലെ ഇന്ന അമ്പിന്നും ഓനെ കൊട്ടയെന്നും വിളിച്ചത് അങ്ങനെ മാത്രം കണ്ടാൽ മതി. ഞാനൊക്കെ ഇപ്പൊ ആ സെൻസിൽ എടുക്കണുള്ളൂ എന്നുള്ളത് ഞാൻ ഓൾറെഡി ഉമ്മാരോട് പറയണതാ, ഇവൻ എന്റെ മോഡ്സിനോടാണെന്നുണ്ടെങ്കിൽ പോലും. പക്ഷെ ഇന്നലെ ഈ അമ്പി എന്നുള്ള പേര് അത് ഞാൻ പറഞ്ഞതാ, വെയിറ്റ് ആക്ക്. ഇവന്റെ ഒരു വിചാരമുണ്ട്, ഇവന്റെ അടുത്ത് മാത്രം എടാ വാച്ച് പാർട്ടിയാണോ അവിടെ വാച്ച് പാർട്ടിയാണോ നോക്കണേ? വേറെ പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? ഇന്നൊരു പണിയില്ല. ഇവന് ഇത് ചെയ്യണതും എന്തിനിങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ കൺവേർട്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ ഇവ എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്നുള്ളതിന്റെ ഒക്കെ സാധനം ഞാൻ കാണിച്ചു തരാം. ഇവന്റെ ഒരു വിചാരം ഇവന്റെ മാത്രമാണ് പ്രൂഫ് ഉള്ളതെന്നും ഇവൻ മാത്രം എന്തോ വലിയൊരു കുണ്ണയാണെന്നുള്ളതൊക്കെ ഉണ്ട്. അത് ഞാൻ ശരിയാക്കി തരാം. അല്ല കൊട്ട നന്മക്കുണ്ണന്റെ 1.5 മണിക്കൂറിന്റെ എന്തോ ഒരു വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞു. 2 മണിക്കൂറിന്റെ ഒരു വോയിസ് എനിക്ക് കേൾപ്പിക്കാണ്ട്. 2 മണിക്കൂർ 3 മിനിറ്റുള്ള ഒരു വോയിസ്. മനസ്സിലായ? എടാ കുണ്ണെ, നീയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു സാധനം റെക്കോർഡ് എടുത്ത് വെച്ച് ഓരോരുത്തരും ഊമ്പിക്കാൻ പറ്റും എന്നുള്ളത് നമ്മളടക്കം പഠിപ്പിച്ചെന്നത് നീയാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ സാധനം ഞാൻ എടുത്തു വെച്ചിരുന്നു. എന്നെങ്കിലും ഇന്ന് നാളെ എന്നൊന്നും അല്ല, ഏതെങ്കിലും ഒരു കാലത്ത് TV ആയിട്ട് അടി വരുന്ന ഒരു സമയത്ത് എനിക്കിട്ടെതിരെ എന്തായാലും ഈ കുണ്ണ വരുന്ന എനിക്ക് ഉറപ്പേനു. അതുകൊണ്ട് നീ ഇതിൽ പറയുന്ന വോയിസ് വ്യക്തമായിട്ടുണ്ട്. നീ ഇന്നലെ പറഞ്ഞല്ലോ T47 ഞാൻ ഊമ്പിച്ചു, അതേമാതിരി ഞാൻ എടുത്തില്ല, ഞാൻ അമ്പി കളിച്ചു എന്നൊക്കെ. എന്നെ അമ്പി കളിപ്പിച്ചതും എടുക്കാതിരിപ്പിച്ചതൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഈ 2 മണിക്കൂറിന്റെ ഇത് ഞാൻ കേൾപ്പിക്കും. ഞാൻ കേൾപ്പിച്ച് തന്നിട്ടേ പോളൂ. ഇതിൽ വ്യക്തമായിട്ട് ഞാൻ ഇരുന്ന് കേട്ട് ഞാൻ ഫുള്ളി നോക്കി വെച്ചിട്ട് ടൈം ഫ്രെയിം അടക്കം ഞാൻ എടുത്ത് നോക്കി വെച്ചിട്ടുണ്ട് ഇതിൽ. മനസ്സിലായോ? രണ്ട് ക്ലിപ്പ് ഉണ്ട്. ഇത് ഞാൻ പ്ലേ ചെയ്യും. അത് പ്ലേ ചെയ്ത് ഇത് ബോധിപ്പിച്ചിട്ട് നീ ഒരു വിചാരമുണ്ട്, നിനക്ക് എല്ലാവരും അങ്ങ് കൺവേർട്ടാക്കി നിനക്ക് തോന്നിയ പോലെ എന്തു പറഞ്ഞ് നിന്റെ അടുത്ത് കുറച്ച് ഓഡിയൻസ് ഉള്ളതിന്റെ ധൈര്യത്തിൽ എന്ത് പറയുവാണെങ്കിലും പറഞ്ഞു പോവാന്നുള്ളൊരു തോന്നല്, ആ തോന്നൽ എനിക്ക് വേണ്ട. മനസ്സിലായോ? നീ ആരാടാ കുണ്ണേ? നിന്റെ വിചാരം നീ ലൈവിൽ ട്രിഗർ ആയി എന്ന് കരുതി പിന്നെ നിനക്ക് ആ കണ്ണി കണ്ട എല്ലാരും തന്തക്കും തള്ളക്കും വീട്ടുകാരും എല്ലാരും പറയാം നീ ആരടാ മയിലേ? ഫ്രസ്ട്രേഷൻ ആണെന്ന് പറയും, അല്ലെങ്കിൽ ആ ചാറ്റ് കണ്ടിട്ടാണെന്ന് പറയും. അല്ലേ, ഞാൻ നോക്കുമ്പോ ഇന്ന് ബ്രാവോന്റെ ലൈവിൽ വന്നിട്ട് എന്താ പറയണോ, 2 മണിക്കൂർ 30 സെക്കൻഡ് 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 2 മണിക്കൂർ 30 സെക്കൻഡ്
പീഡിനേറ്റുള്ള സിറ്റുവേഷൻ ഞാൻ സംഭവം അതൊന്നല്ല. ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ എന്താ പറയാ, ഈഗിളിപ്പം എന്തിനപ്പം നമ്മളെ പറ്റി ഇപ്പോൾ ഡ്രാഗ് ചെയ്യേണ്ട ഒരു ആവശ്യം എന്താ? നമ്മളെ പ്ലേസ് എന്തെങ്കിലും മോശമായിട്ട് ചെയ്തോന്ന് കരുതി ഞാൻ പോയി നോക്കുമ്പം നമ്മളെ പ്ലേസ് ഒന്നുമില്ല. പീഡിനേറ്റ് അടി പൊട്ടിയതിനാണ് അവിടെ RG7. എവിടെ പോയാലും നമ്മള്, മനസ്സിലായ, ഒരു കാര്യമില്ലാതെ അവിടെ നമ്മള്. അപ്പൊ ഞാൻ നോക്കുമ്പം ഇന്ന് ബ്രാവന്റെ ലെവലിൽ ഇരുന്നാണ്ട് പറയാ പീഡിനേറ്റ് അടി പൊട്ടിയിട്ടും ഇങ്ങനെ ഈ ഒരു സംഭവത്തില് എടാ എന്നിട്ടും നമ്മൾ TV അല്ല ഡൗൺ ആയത്, നിങ്ങൾ തന്നെ ഡൗൺ ആയത്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മൾ തന്നെ ഡൗൺ ആയത്. അപ്പം PD ഇപ്പൊ ഞാൻ എടുത്തോ? ഭരത് സാറിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ PD എന്റെ കയ്യിലാണോ? PD എനിക്ക് മനസ്സിലാവണില്ല. ഈ PDയിലും എല്ലായിടത്തും PDയിൽ ആകെ ഇന്നലെ പറയാം, നോക്കിയ എന്ന് പറയുന്ന ഒരു പ്ലെയർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഓൾറെഡി PDയിൽ കളിക്കുന്നുണ്ട്. ഈ പറയപ്പെട്ട നോക്കിയന്റെ വായിന്ന് പോലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം പോലും TVനെതിരെയോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട കൊട്ടക്കെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവിടെ RG7 നമ്മളൊക്കെ വെറുതെ ഇരുന്ന് അവരാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിന്റെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളിപ്പോ റീസെന്റ് ആയിട്ട് എല്ലാവരും നോട്ടീസ് ചെയ്തൊരു സംഭവം ഉണ്ടാവും, എന്താണ് ഫ്ലഫി ഇഷ്യൂ ഉണ്ടായിട്ട് എന്താ ഞാൻ പറയുന്നുള്ളത്. ഒമാര് ഇതേമാതിരി ഞാൻ പറയാം ട്രൈ ഹാർഡായിട്ട് ഇതിക്ക് അറക്കുകയാണ് നമ്മളെ, മനസ്സിലായോ? എല്ലാത്തിന്റെയും പ്രൂഫ് ഉണ്ട്. ഷമീറിനെയും തൊപ്പിനെയും ഇരുന്ന് ആരാധിക്കണതും രാജുഭായിനെ ഇത് വേറെ പണിയുണ്ട്. അതെല്ലാം പറഞ്ഞ മുത്തേ അവിടെ പോയിട്ട് റാംബോനോടും രാജുഭായിനോടൊക്കെ നമ്മളെ കുറ്റം പറയും, നമ്മടുത്ത് വന്നിട്ട് ഉമ്മാരെ കുറ്റം പറയും. നാരദന്റെ പണി എങ്ങനെയും കൊത്തിത്തിരിപ്പ് ഉണ്ടാക്കി. വാച്ച് പാർട്ടിയാണോ? എടാ കാണണ്ടേടാ കൊട്ടപ്പൂരി ഓഫാക്കി പോടാ, വേറെ വല്ല പണിയെടുക്കടാ മണ്ട. പോയിട്ട് എന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ചെയ്യാണ്ട് ചെയ്യേ. ഞാൻ നമ്മളെ ആൾക്കാരോടെ പറയണേ അവിടെ ഇരുന്ന് കണ്ട് ഇന്റെ ലൈവ് മുമ്പല് ഓഫാക്ക്. വാച്ച് പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ഓൻ വലിയ കുണ്ണ വന്നിങ്ങനെ ഇവിടെ. ഓന്റെ വിചാരം ആരാ? ഞാൻ പറയാ ഇവന്റെ പരിപാടി എന്താ അറിയോ? ഇവൻ ആരും ലൈവിലിരുന്ന് അവരാധിക്കാം, മനസ്സിലായോ? ഇവനെതിരെ ആരും പറയാൻ പറ്റൂല. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഓഫ്ലൈനിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പേടിപ്പിക്കും. ഇന്ന് മാക്കിന് ഞാൻ പറയാനാവില്ലെന്ന് വിചാരിച്ചാ, ഇന്ന് മാക്കിന് മെസ്സേജ് വെച്ച് കണ്ട് ഒരുത്തന്റെ മുഖം ഞാൻ നോക്കൂല. ഈവൻ നിന്റെ ആണെങ്കിലും എന്റെ ആണെങ്കിലും അല്ല ഈ പറയണ ആരതും ഞാൻ നോക്കൂല. നിങ്ങൾക്കറിയോ ഈ പറയണ നമുക്കൊക്കെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യും അല്ലെങ്കിൽ നമ്മളെ കൂടെ ഒരു സഹായത്തിന് ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് നമ്മളെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ വിഷയങ്ങളൊക്കെ ഈ പറയപ്പെട്ട ചങ്ങാനോട് പറയണത്. അത് ഇവൻ കൂടെ ഒന്നും ഊമ്പിക്കൂലെന്ന് കരുതി വിശ്വസിക്കാണ്ട് പറയണതാ. പക്ഷെ അതൊന്നല്ല, അതൊക്കെ റെക്കോർഡാക്കി വെച്ചുകൊണ്ട് ഒരു സമയം വരുമ്പോ ഇവനെ ഊമ്പിച്ച അത് പറയാ. നിങ്ങക്ക് ഒരുപാട് പ്രൂഫ് ഉണ്ട് മുത്തേ. ഇന്റെ അടുത്ത് വിളിച്ചുകൊണ്ട് ഒരു ദിവസം പറഞ്ഞു ഇതേമാതിരി ഞാനും റാംബോ മാക്കും കൊട്ടന്റെ ഒപ്പം ഇങ്ങനെ ഇരുന്നാണ്ട് വർത്താനം പറയാം. ഇവനെ കൊട്ടയെന്ന് തന്നെ ഞാൻ വിളിക്കുള്ളൂ, സീരിയസ്ലി പറയാം. ഇവനോട് എനിക്ക് പറയാ കുറച്ച് സ്നേഹവും കുറച്ച് റെസ്പെക്റ്റും ഉണ്ടായിന്. ഇന്നേ വരെ ഇന്റെ ലൈവില് മോശമായിട്ട് ഈ ചെങ്ങാനെ പറ്റി കൊട്ടയെന്നോ ചട്ടീന്നോ അല്ലെങ്കിൽ TVക്കെതിരെയോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. കൊണ്ടുവരാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് വരെയുള്ള എല്ലാ ലൈവും നോക്കിക്കോട്ടെ. നമ്മളായിട്ട് പോയിട്ടില്ല. വാശ് പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ഊമ്പ് മൈരെ കുറച്ചേരം ഇന്ന തൊലിച്ചു കണ്ട് എനിക്ക് വിറ്റുകാണ്ട് കോൺട്രവേഴ്സി ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇത്ര വ്യൂസ് ഉണ്ട് അറിയും. ഒരു മാസത്തിൽ ഒരു 22 കോൺട്രവേഴ്സി ഈ കുണ്ണ പിടിക്കും, മനസ്സിലായോ? വെറുതെ ആരെങ്കിലൊക്കെ ഇരുന്ന് ചൊറിഞ്ഞുകാണ്ടും വെറുതെ ഇരിഞ്ഞിട്ട് കണ്ടു ഈ പറയപ്പെട്ട ഈ TVയിലെ ഇറ്റാച്ചും പിന്നെ അതേപോലെ പാലോലും ഇരുന്നുകാണ്ട് ഈ മറ്റേ ഫ്ലഫിനെയും റിഗോർഡിനൊക്കെ ഇരുന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇതിന്റെ ഒക്കെ കേസ് അറിയാഞ്ഞിട്ടോ അതാ കഴിഞ്ഞിട്ടൊന്നല്ല. ഞാൻ ഇതുവരെ ഇന്ന് വരെ നമ്മളെ സൈഡിൽ നിന്ന് വെറുതെ ഒരു പ്രശ്നം ഇനീഷ്യേറ്റ് ചെയ്യണ്ടെന്ന് കരുതിയാണ്ട് നമ്മൾ മുണ്ടാതിരുന്നിട്ടുള്ളൂ. പക്ഷെ അതൊന്നല്ല. ഇപ്പൊ ഇന്ന് മാക്കിനെ വിളിച്ചുകൊണ്ട് പറയണേ, വെയിറ്റ് ആക്ക്, ഞാൻ സ്ക്രീൻഷോട്ട് ഒന്ന് നോക്കട്ടെ. വിളിച്ചു പറയല്ല, മെസ്സേജ് അയച്ചത്. ഫോൺ അടിച്ചു പോയാ വാട്സപ്പ് 7ാമത്തെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ അടിച്ച് പൂട്ടിച്ചിട്ടാ, റിപ്പോർട്ട് അടിച്ചങ്ങാണ്ട് പൂട്ടിച്ച്. അയ്യോ പറ്റുള്ളൂ, ബാക്കി പറ്റൂലല്ലോ. നീ ട്രൈ ആഡ് ചെയ്യുമോനെ. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇത് നിർത്തി അങ്ങോട്ട് പോകേണ്ടി വന്നാലുണ്ടല്ലോ നിന്റെ ഈ ഊമ്പിത്തരത്തിനൊന്നും കൂട്ടുക എനിക്ക് പറ്റൂല, മനസ്സിലായ? വെയിറ്റ് ചെയ്താ ആ കുണ്ണയോട് ഊമ്പിത്തരം കാണിക്കുന്നത് നിർത്താൻ പറ. അന്നേരം ആരും തന്തക്ക് വിളിക്കില്ല. ശരിക്കും എന്തിനാ തന്തക്ക് വിളിച്ചതെന്ന് ചോദിച്ചപ്പോ പറയാണ് ഈ ആ കുണ്ണയോട് ഊമ്പിത്തരം നിർത്താൻ പറ, അന്നേരം ആരും തന്തക്ക് വിളിക്കില്ല. എന്ത് ഊമ്പിത്തരാണ് ഞാൻ ഈ കഴിഞ്ഞ ഒരു RG7 തുടങ്ങിയതിന് ശേഷം തന്നെ നമ്മൾ നല്ല ടേംസിൽ
സംസാരിച്ചിട്ടുള്ളൂ തന്നെ കൂട്ടിക്കോ. എന്നിട്ട് എന്ത് ഊമ്പിത്തരം ഞാൻ ചെയ്തു എന്നുള്ളതാണ് വിത്ത് പ്രൂഫ്. എന്തെങ്കിലും ഒരു കുണ്ണില്ലായ്മ തന്നെ ഞാൻ ചെയ്തതിന്റെ നീ കൊണ്ടുവരാണെങ്കിൽ കൊട്ടെ, ഈ പരിപാടി ഞാൻ നിർത്തിപ്പോവും. മനസ്സിലായോ? ഈ പരിപാടി നീ കാണുന്നുണ്ട് നിനക്ക് അറിയാം കൊട്ടെ. അതുകൊണ്ട് നീ ഇത് അങ്ങനെ വിത്ത് പ്രൂഫ് ഞാൻ എന്തെങ്കിലും ഊമ്പിത്തരം ചെയ്തിരുന്നുണ്ടെങ്കിൽ നീ അത് പറ. മാക്കിനെ വിളിച്ചാണ്. അത് നിന്റെ കാര്യമാണേലും എവന്റെ കാര്യമാണേലും ഞാൻ നോക്കൂല. എന്റെ ഫാമിലി മൊത്തം ഡ്രാഗാക്കി ഗ്രൂപ്പിൽ അവരാധിക്കുക. എടാ കുണ്ണെ, ഞാൻ പറയട്ടെ, ഈ ഇന്നലെ ഇപ്പം എന്താ പറയാ ലൈവിലിരുന്നാണ്ട് അമ്പി ആണെങ്കിലും അമ്പിന്റെ തന്തയാണെങ്കിലും എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ അമ്പിയാണെന്ന് ഞാൻ സമ്മതിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. കൊട്ടയാണെന്ന് നീയും സമ്മതിക്കരുത്. ഈ കൊട്ടയും കൊട്ടന്റെ തന്ത വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോണില്ല. മനസ്സിലായോ? നിന്നെ ഇരുന്നാണ്ട് ഈ പറയുന്ന തൊപ്പിനെ നീ എങ്ങനെ ഊമ്പിക്കാൻ നോക്കിയെന്നുള്ളതിന്റെ നീ എന്നെ പറയുന്ന റെക്കോർഡ് ഇന്റെ അടുത്തുണ്ട്. മനസ്സിലായില്ലേ? അത് ഞാൻ കേൾപ്പിച്ചുതരാം, നിങ്ങൾ കേൾക്കണം കഴിച്ച്. ഇവന്റെ പരിപാടി എന്താന്ന് വെച്ചാൽ, ഇവന്റെ പരിപാടി ഒരുത്തനെ എന്തെങ്കിലും ചൊറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവന്റെ കൈമ എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ടാവും. ഇവന്റെ കൈമ ഒരു സാധനം കിട്ടിയിട്ടുണ്ടാവും. ആ സാധനം കിട്ടിയിട്ട് ഈ പറയുന്ന പോലെ ഇവന് അയാളെ ഡൗൺ ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തെങ്കിലും ചെറുതായിട്ട് ഒരു ചൂണ്ടങ്ങനെ ഇട്ട് വെക്കും, കൊത്തുണ്ടോന്ന്. അപ്പൊ നമ്മൾ പൊട്ടന്മാരെ പോലെ അയിമ കയറി കൊത്തി കഴിഞ്ഞാൽ ഇവ ഇരുന്ന് അങ്ങ് അവരാധിക്കാൻ തുടങ്ങും. ഒറിജിനൽ സാധനം ഞാൻ കാണിച്ചു തരാം, കേൾപ്പിച്ചുതരാം. ഷമീർ ആൻഡ് തൊപ്പിനെ പറ്റി പറയണത് 36ാമത്തെ മിനിറ്റിൽ കേൾക്കണം. ഞാൻ ഒരു കാര്യം പറയാം. ഓസി ആയിട്ട് കുണ്ണെ നീ അവിടെ ഇരുന്ന് എന്തെങ്കിലും ഊമ്പിയ, ഓസി ആയിട്ട് ഇരുന്ന് നീ എന്തെങ്കിലും ഇരുന്ന് പറഞ്ഞ ഈ പറയപ്പെട്ട RG7-ലുള്ള മെമ്പേഴ്സിനെ അല്ലെ VH-ലുള്ള മെമ്പേഴ്സിന്റെ എന്തെങ്കിലും ഒരു ഓസി നീ ഇരുന്ന് അവിടെ ഊമ്പിയ അപ്പൊ ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായ? നീ അവിടെ ഇരിക്ക് വെയിറ്റ് ചെയ്യ്. സ്ക്രീൻ ഷെയറാ. സ്ക്രീൻ ഷെയർ ചെയ്തോ ഡിസിയിൽ. നമ്മളോട് ഒന്ന് കാണട്ടെ ചേക്കേ. കാണ്. ഇവന്റെ വിചാരം ഇന്ത്യയും ഈ സാധനം ഒന്നും ഇല്ലായിരുന്നോണ്ട് എന്തെല്ലോ റെക്കോർഡ് ഉണ്ടെങ്കിൽ എന്താടാ കുണ്ണെ? മറ്റേ ഇന്ത്യന്ന് മറ്റേ താലിബാൻക്ക് മറ്റേ ഇന്ത്യന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തതിന്റെ മറ്റേ വോയിസ് ഒന്നും അല്ലല്ലോ. ഇന്നെടുത്തുങ്ങാണ്ട് അങ്ങനെ പീനൽ കോഡിൽ മറ്റേ ഇവിടെ കൊണ്ടുപോയാണ്ട് ഇന്നെ ശിക്ഷിക്കാന് അന്റെ ഈ പൂറ്റിലെ RP കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും വോയിസ് ഡിസ്കോഡിൽ ഇരുന്ന് കണ്ട് ഇങ്ങനെ മൂഞ്ചിയത് പറയാനാണെന്നുണ്ടെങ്കിൽ മയിര് എനിക്ക് വേറെ പരിപാടി ഉണ്ട്. മനസ്സിലായോ? ഞാൻ അതങ്ങ് പിടിച്ച് പോവും. അല്ലാതെ ഇതിലൊന്നും പേടിച്ചിരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഇന്നേ വരെ ഈ കുണ്ണക്കെന്ന് എതിരായിരുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടില്ല. ഇവന് കടി വന്നടാ ചുമ്മാ. ഇത് ഇടയ്ക്കിടയ്ക്ക് പീരീഡ്സ് ഇളകുന്നവന്. ഇപ്പൊ എന്റെ ഓരോ അണ്ടി ഏറ്റൊക്കെ 36ാമത്തെ മിനിറ്റിൽ ഇപ്പൊ ഒരു സാധനം പറയുന്നുണ്ട് കേട്ടോ. പതിനാറ് പേർക്ക് ഇപ്പം സ്റ്റിയറിംഗ് വീലായി. എല്ലാരും സ്റ്റിയറിംഗ് കൊടുത്തു കേട്ടോ. കൊടുത്തോ? ആർക്ക്? ഞാനും ബ്രാവോ ആയിട്ട് കോൾ ചെയ്ത. ഇനിയിപ്പോ ഇവൻ അയ്യോ അവിടെ ഇരുന്ന് കാണ്ട് കൺവേർട്ടിങ് കൊട്ടയല്ലേ, കൺവേർട്ട് ചെയ്യട്ടെ. പക്ഷെ കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവര് മനസ്സിലാക്കിയാൽ മതി. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇവന്റെ ആൾക്കാരൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. മനസ്സിലായില്ലേ? ഇവന്റെ ആൾക്കാരൊന്നും എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറച്ച് ആൾക്കാരെ മാത്രം എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് കേൾക്കണേ കേട്ടോ. എന്താ പറയാ, ഇവൻ പറയുന്നത് കേട്ടോ. ഇത് ഞാൻ ഇതേമാതിരി ഇവ ഇന്നെ ഒരു കഴിഞ്ഞ നമ്മൾ ഗ്യാങ് ഫോം ആകാത്ത അന്ന് ഉച്ചക്ക് ഇതേപോലെ വിളിച്ചപ്പം ഞാൻ ഇവന്റെ അടുത്ത് വിളിച്ചു കണ്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തപ്പോൾ ഇന്റെ അടുത്ത് പറഞ്ഞു T47 പ്ലേസിനൊക്കെ ഞാൻ ഇന്ന് അവരാധിക്കാൻ പോവാണ്, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാണ്ട്, അത് എൻ്റെ അടുത്തൊന്നും പറയല്ലേന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവൻ T47 പ്ലേസിനാണ് അവരാധിക്കാൻ പോകണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. മാക്കിനെ വിളിച്ചുകൊണ്ട് ഞാൻ ആരെയും അവരാധിക്കാൻ പോകണില്ല പറഞ്ഞു. ഫ്ലഫിനെ വിളിച്ചുകൊണ്ട് ഡയോസിനെ അവരാധിക്കാൻ പോവാണ് പറഞ്ഞു. മൊത്തത്തിൽ എല്ലാവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കിക്കാണ്ട് ലാസ്റ്റ് ലൈവ് വന്നപ്പോൾ ഫുള്ള് അവരാധി എനിക്കായി. ഇവനെ വിശ്വസിച്ച് കാര്യങ്ങൾ മൊത്തം പറഞ്ഞു കൊടുത്ത് T47 മെമ്പേഴ്സ് കയറാൻ നോക്കിയതിന്റെ കഥ മൊത്തം ഇവ ഇന്ത്യയിൽ ഇങ്ങനെ കുടിച്ചോ പട്ടി ബിസ്ക്കറ്റ് ഇങ്ങനെ ഇട്ടമാര് ഇങ്ങനെ ഇട്ടെന്ന് ഞാൻ ഒരു പൊട്ടനെ പോലെ ഇതിങ്ങനെ കേട്ട് ഇവനെല്ലാം ചോദിച്ചതിനെ പൊട്ടന്മാരെ മാതിരി പറഞ്ഞു കൊടുക്കും. ഇവ ഒന്നും ഊമ്പിച്ചൂലെന്ന് എഴുതിയാണ്ട്. മനസ്സിലായോ? എന്നിട്ട് ഇവൻ അവിടെ ഇരുന്ന് മൊത്തം ഇതേമാതിരി കൺവേർട്ട് ചെയ്ത് കണ്ട് ഇതെല്ലാം വേറെ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഈ പറയണേ അന്ന് ഇവന്റെ പ്രശ്നം എന്തായിരുന്നു അറിയാം? ഇവനോട് ഞാൻ അലക്സ് പോയതിന്റെ ഒരു പ്രശ്നത്തിൽ ഞാൻ ഒരു ലൈവ് ഇട്ടു എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. ഞാൻ അന്നൊരു ലൈവ് ഇട്ട് എനിക്ക് സങ്കടത്തിന്റെ പുറത്തൊരു സാധനം പറഞ്ഞതല്ലാതെ പിന്നെ ഇവനെ ഈ പറയുന്ന അലക്സിനെ അവരാധിക്കണ ഒരു സാധനം എന്റെ ലൈവ് ഒന്ന് കൊണ്ടുപോവാ. എന്തെങ്കിലും മോശമായിട്ടോ അല്ലെങ്കിൽ അവനെ ഇന്റൻഷനലി ഇതേമാതിരി ട്രിഗർ ആക്കി കണ്ടോ തെറ്റ് ചെയ്യിപ്പിക്കണ രീതിയിൽ എന്തെങ്കിലും ഞാനൊരു സാധനം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നീ കൊണ്ടുപോവാ. ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ ഇവൻ ഈ പറയുന്ന ഷെയ്ഖിന് എന്നെ പേഴ്സണലി വിളിക്കാനുള്ള ഒരു സ്പേസ് ഞാൻ തന്നിട്ടില്ലേ? ഷെയ്ഖിന് എന്നെ വിളിച്ചാൽ പോരെ? എൻ്റെ ഒരു ബർത്ത്ഡേ ആയിട്ട് ഷെയ്ഖ് എന്നെ ഒന്ന് വിഷ് ചെയ്തോ? ഞാനത് അറ്റ്ലീസ്റ്റ് ഞാൻ എന്താ പറയാ, ഞാനത് എക്സ്പെക്ട് ചെയ്യണ്ടേ? ഷെയ്ഖിൻ്റെ ഞാനത് എക്സ്പെക്ട് ചെയ്യണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു ഈകളെ
സോറി, ഞാൻ അന്ന് ബർത്ത്ഡേക്ക് വിഷ് കഴിഞ്ഞത് ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയി നിൽക്കുമായിരുന്നു. ഞാൻ മൊത്തത്തിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ മൈൻഡ് ഒട്ടും ഓക്കെ ഇല്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അലക്സിനെ കൊണ്ടുപോയാലും ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈഗിളിനിട്ട് ആ ഒരു ഗ്യാപ്പ് വെച്ചത്. അല്ലാതെ എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഇവൻ എന്ത് എനിക്ക് മനസ്സിലാവണില്ല. എന്നിട്ട് പിന്നെ ഇരുന്ന് വന്നുങ്ങാണ്ട് അന്ന് രാത്രി ഇതെല്ലാം പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്ത ആളാണ്. രാത്രി വന്നുങ്ങാണ്ട് ഇരുന്നുകാണ്ട് ഊമ്പിത്തരം പറയണത്. ഞാൻ അന്ന് ബ്രാവോക്ക് രാവിലെ വിളിച്ചുകൊണ്ട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ച് റിയൽ അമ്പി ഇവനല്ലേ ബ്രാവോ, ഇന്നെ വിളിച്ചുകൊണ്ട് ഉച്ചക്ക് നല്ല രീതിക്ക് സംസാരിച്ചിട്ട് രാത്രി വന്ന് ഇന്നെ ഇരുന്ന് ആരാധിക്കുന്നു. ഇവൻ എന്താ എനിക്ക് മനസ്സിലാവണില്ല എന്നുള്ള രീതി പറഞ്ഞപ്പം ബ്രാവോ എന്നെ പറഞ്ഞു പറ്റുവാണെന്നുണ്ടെങ്കിൽ സംസാരിച്ച് സോർട്ട് ഔട്ട് ആക്ക്. ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് വിളിച്ചാൽ ഇവൻ വിളിച്ചാൽ എടുക്കുമോ എന്നുള്ളത്. ഇവനെ ഞാൻ മെസ്സേജ് അയച്ചത് വരെ ഉണ്ട്. ഐ ഡിഡന്റ് എക്സ്പെക്ട് ദിസ് ഫ്രം യു എന്ന് പറഞ്ഞാണ്ട്. ഞാൻ ഇത് ഇവൻ്റെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഉച്ചക്ക് വിളിച്ച് സോർട്ട് ഔട്ട് ചെയ്ത സാധനം ഇവ രാത്രി വന്നാണ്ട് ഇരുന്ന് ഇന്ന ആരാധിക്കണേ എന്തിന്റെ പേരിൽ? ഇവനോട് വിശ്വസിച്ച് ഞാൻ എല്ലാം പറഞ്ഞതിന്റെ പേരിലോ ആണ്ടി? എന്നിട്ട് പിന്നെ ബ്രാവോന്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ബ്രാവോനോട്, ബ്രാവോ ഞാൻ ചിലപ്പോൾ വിളിച്ചാൽ എടുത്തു എന്നൊന്നും വരില്ല പറഞ്ഞപ്പോൾ ബ്രാവോ പറഞ്ഞു ഞാൻ വിളിച്ചു നോക്കാം, ഷെയ്ക്കിന് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഷെയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യട്ടെ എന്ന് കരുതി അന്നും ഞാൻ സോർട്ട് ഔട്ട് ചെയ്യാൻ പോയി. പൊട്ടനെ പോലെ 25,000 ആൾക്കാരുടെ നിന്നാണ് ഇന്ന ഇരുന്നാണ്ട് അവരാഴ്ച പൊട്ടന്മാരെ പോലെ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ അന്ന് കോഴിക്കോട് എൻ്റെ ഫാമിലിൻ്റെ കൂടെ നെക്സ്റ്റ് മന്ത് എൻ്റെ മാരേജാ, ഫാമിലിൻ്റെ കൂടെ വൈഫിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ട് ആ വൈഫിന് ഡ്രസ്സ് എടുക്കാൻ പോലും മര്യാദക്ക് ഇരിക്കാതെ ഫുള്ള് അന്ന് ദിവസം ഞാൻ ഈ ഈഗിളിന്റെ ബാക്കിലും ഫ്ലഫിന്റെ ബാക്കിലും T47 പ്ലേയേഴ്സിന്റെ ബാക്കിലും പോയിട്ട് അതിന് പോലും എനിക്ക് മര്യാദക്ക് നിൽക്കാൻ പറ്റില്ല എൻ്റെ ഫാമിലിന്റെ ഒപ്പം പോയിട്ട്. എന്നിട്ട് രാത്രി 9:50 വന്നുകാണ്ട് ഇവ ഇരുന്ന് ഒരുമാതിരി ഊമ്പിത്തരം 10-10:30 എൻ്റെ ഫാമിലി ഇരുന്നാണ്ട് ഇത് കാണുന്നുണ്ട്. ഞാൻ വണ്ടിയിൽ ഇത് ഇരുന്ന് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ബാഡ് അടിച്ച്. വൈഫ് ആയിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, ഉപ്പ ആയിക്കോട്ടെ, എന്തിനാ ഇവനൊക്കെ ഇങ്ങനെ പറയണ കേൾക്കാൻ വേണ്ടിയാണ് നീ ഓരോന്ന് പോയാണ്ട് പറഞ്ഞു കൊടുക്കണമെന്ന് അന്നും എന്നോട് ചോദിച്ചു. ഇവനെ നമ്പണ്ടെന്നുള്ളത്. ഞാൻ അപ്പോഴും പൊട്ടനെ പോലെ ഇവനെ വിശ്വസിച്ചാണ്ട് ഓരോന്ന് പറഞ്ഞു പോകും. ഇവ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ, കേൾപ്പിച്ചാലോ ഞാൻ അങ്ങനെ 100% ഞാൻ പറയാണ്. ഇനി അതിന്റെ കൂടെ ഈ ഷെയ്ഖ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കൊട്ടെ ദയവ് പറഞ്ഞോ. ഒന്ന് വാട്സാപ്പ് നോക്കണേ, ഇതിട്ടോ അല്ല, ഒരു മിനിറ്റ് വാട്സാപ്പ് നോക്കണേ. എന്തുവാ? അല്ലല്ല ഇത് പ്ലേ ചെയ്തോ? അല്ല ഞാൻ ഒന്ന് വേറൊരു കാര്യം പറയാം, ഒന്ന് വാട്സാപ്പ് നോക്കണേ. തൊപ്പിയൊക്കെ തിരിച്ചു വന്ന് അവരാധം തുടങ്ങിയാലോ, അല്ലെ ഷെമീർ ഇപ്പൊ തിരിച്ചു വന്ന് ഷെമീറിന് സത്യം പറഞ്ഞാൽ ഷെമീറിന്റെ പേര് കേസില്ല. ഈ ഷെമീർ മണ്ടനായിട്ടാണ് ഈ മണ്ടൻ ഗുണത്തരല്ല ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രഗ് ടെസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഒരാൾക്കും ഇല്ല. കയ്യിൽ നിന്ന് സാധനം പിടിച്ചാൽ മാത്രമേ പോലീസുകാർ പോലും പ്രശ്നമുള്ളൂ. ഡ്രഗ് ടെസ്റ്റ് ചെയ്തിട്ട് അവൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തെളിയിച്ചു കൊടുത്ത മണ്ടനവൻ. ഇവന് ബുദ്ധിക്കുറവ് വല്ലതും ഉണ്ടോന്ന് ഞാൻ ആലോചിക്കണം. ഇവന്റെ പേര് FIR പോലും ഇല്ല. ഇവൻ എന്തിനാരെ കാണിക്കാനാണ് ഈ ഡ്രഗ് ടെസ്റ്റ് ഒക്കെ ചെയ്യണേ? അതും ഡ്രഗ് ടെസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്തതിന് ഇനി മിക്കവാറും അവന്മാര് കേസ് കൊടുക്കും ഇവര്, മറ്റേ ലാബുകാര്. ഇതൊന്നും അല്ല മുത്തേ, കൺവിൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇവന്റെ ഒപ്പം ഓഫ്ലൈനിൽ ദയവ് ചെയ്ത് ആരും പോയിട്ട് സംസാരിക്കല്ലേ. ഓഫ്ലൈനിൽ ഇവന്റെ ഒപ്പം പോയി സംസാരിച്ചാൽ ഇവൻ കയ്യിലെടുത്താളും. ഇവൻ കൺവിൻസ് ചെയ്ത് ഇവൻ കയ്യിലെടുത്താളും. എന്നിട്ട് നമ്മളെ കയ്യിലുള്ളതൊക്കെ ഇതേമാതിരി പറയിപ്പിക്കും. മണ്ടനേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യന് ബേസിക് ബുദ്ധി വേണ്ടേ? ഇനി അവൻ തിരിച്ചു വന്നാൽ അവൻ അടുത്ത ഗ്യാങ്ങുമായിട്ട് വരും. മനസ്സിലായി? ഇതെല്ലാം ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് വരും. നിങ്ങളുടെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് സ്പ്ലിറ്റപ്പ് ആവും. എന്നുവെച്ചാൽ ഇവരെല്ലാം ഈ കേസിന്റെ പുറകെ ഇതിന്റെ പുറകെയൊക്കെ ആയതുകൊണ്ടാണ് ഇതെല്ലാം ഇപ്പൊ ഒന്ന് അണഞ്ഞു വരുമ്പോഴത്തേന് ഞാൻ ഇപ്പൊ തൊപ്പി ആരാധിക്കുന്നതിന് മാസ് റിപ്ലൈ ആയിട്ട് വരും. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ തൊപ്പിയുടെ ഈ ഒരു കേസ് വന്നപ്പോ കേട്ടോ തൊപ്പിനെ പറ്റി പറയണ കേട്ടോ. ഞാൻ എന്തല്ലോ തൊപ്പിനെ പറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ എന്തോ പറഞ്ഞിനോ. ഞാൻ തൊപ്പിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിങ്ങനെ തന്നെ എനിക്കൊരു അണ്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതേമാതിരി വന്നുകാണ്ട് ഈ അമ്പി എന്ന് പറയുന്ന സാധനം നീയാണ് കൊട്ടെ. ലൈവിൽ വന്നിരുന്നുകാണ്ട് ഈ അമ്പിത്തരം പറയുന്നത് മനസ്സിലായോ? ഓഫ്ലൈനിൽ വേറെയും ഓൺലൈനിൽ വേറെ ഉള്ളത് നീയാ. ഞാൻ ഇവിടെ വന്നാണ്ട് ആവശ്യമില്ലാതെ ഒരാൾക്കും ഹെയ്റ്റോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയലില്ല. ഓഫ്ലൈനിൽ ഇരുന്നുകാണ്ട് നമ്മൾ പലതും പറയും. അഥവാ ഓഫ്ലൈനിൽ ഇപ്പം എനിക്ക് ഒരാളെ പറ്റാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ്ലൈനിലേ പറയുള്ളൂ. അങ്ങനെ തമ്മിൽ അല്ലാതെ ഇവിടെ വന്നാണ്ട് ലൈവിൽ ഇരുന്നുകാണ്ട് ഉൾട്ടാക്കിങ്ങാണ്ട് പറയുന്ന പരിപാടി എനിക്കില്ല. അഥവാ ഇവൻ പറയുന്നത് എന്താന്ന് കേട്ടോ. അഥവാ ഇവന്റെ അടുത്ത് എന്തോ തൊപ്പിന്റെ എന്തോ ഒരു സാധനം കിട്ടിയിക്കണേ, അല്ലാതെ കേട്ടോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും വേണ്ടാന്ന് വെച്ചിരിക്കുക. ഞാൻ ഇനി ഇവന്റെ മാസടിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം. ഇത് കഴിയുമ്പോ അടുത്തത് എന്ത് കൊണ്ടുവരണമെന്ന് എനിക്ക് അറിയണം. ഇവൻ ഒരു നാണമില്ല ഇതൊന്ന് കവറപ്പ് ചെയ്യും, എനിക്ക് ഉറപ്പാണ്. തൊപ്പി ഇത് കവറപ്പ് ചെയ്യും ഈസി ആയിട്ട്. പക്ഷെ അത് കഴിയുമ്പോ അവനൊരു അപരാധം തുടങ്ങും. അന്നേരം ഷെയ്ക്കിനും എനിക്കും ഒക്കെ ഓരോന്നോരോന്നമാരെ വെക്കും. പക്ഷെ ഞാൻ ഇത് വെക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഷെയ്ക്കിനെ കൂട്ടി പിടിച്ചുട്ടേക്ക്. ഷെയ്ക്കിന് ഇതേമാതിരി ആരെയൊക്കെ വെക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടി പിടിച്ചു. അതെന്ന് വെച്ചാൽ ഞാൻ ഇവന്റെ സൈഡാണ് എന്നുള്ളത് ഇന്റൻഷനലി ഇപ്പം വരുത്തി വെക്കുകയാണ്. മനസ്സിലായോ?
എന്നിട്ട് നമ്മളെ തള്ളിൽ നിന്ന് എന്തേലും എടുത്തെടുത്തെടുത്ത് പറഞ്ഞ് അവരായിരിക്കുന്നത് അതുകൊണ്ടാണ്. അവന് എടുത്ത് വെക്കണം. പക്ഷെ അവന് ഒരു ധാരണ ഉണ്ടാവൂല എന്റെ ഇത് ഉണ്ടാവുമെന്ന്. കണ്ടോ, അഥവാ തൊപ്പിക്ക് ഒരു ധാരണ ഉണ്ടാവില്ല ഇവന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. അത് അവൻ വെക്കണം. അത് വെക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചൊറിയുന്നതാ. ഇപ്പൊ റീസെന്റ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, റീസെന്റ് ആയിട്ട് എന്താ തൊപ്പിനെ ഇരുന്ന് ആരാധിക്കണം, തൊപ്പിന്റെ മറ്റേ നൂഡിൽസ്, മറ്റേത് അണ്ടി. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവ ഇതിന് മുമ്പ് തൊപ്പിനെ നൂഡിൽസ് ആക്കിയാണ്ട് ഇട്ടു എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു ദിവസം വന്നാണ്ട് ഫേസ് ക്യാമൊക്കെ ഓഫ് ആക്കിയാണ്ട് സോറി അറിയാതെ പറ്റിപ്പോയതാ, ഞാൻ ആ ട്രിഗറിന്റെ പുറത്ത് ചാറ്റ് കണ്ടുകാണ്ട് പറഞ്ഞു പോയതാണ് പറഞ്ഞാണ്ട് ഒരു സോറി പബ്ലിക്കലി വന്നാണ്ട് പറഞ്ഞാണ്ട് പോയല്ലോ. അത് കഴിഞ്ഞ് ഇവന് ജയിക്കാൻ വേണ്ടിയാണ്ട് അന്ന് ഇവ അമ്പയാക്കി. മനസ്സിലായോ? ഇവൻ ഷമീർ ഇതേമാതിരി വി സി വന്നുകാണ്ടിരുന്നുകാണ്ട് ഈ പറഞ്ഞ സമയത്ത് അത് ഞങ്ങളെ പ്രൈവറ്റ് സ്പേസിൽ ഞാൻ SRRയും ഇവരൊക്കെ ഡിസ്മാലായി പോയത് ടി വി ഒക്കെ അതിൽ പങ്കുണ്ട് എന്നുള്ള രീതിക്ക് പറഞ്ഞതിനാണ് ഇവ ഇന്നൊരു അമ്പയാക്കിയതും ഇവന് ജയിക്കാൻ വേണ്ടിയാണ്ട്. മറ്റേ ഇയാൾ പറഞ്ഞ മാതിരി വാനിഷ് മോഡ്ക്ക് പോയി. തൊപ്പിനെ പറഞ്ഞൊന്നും അപ്പൊ ഇല്ല, ഇന്നിങ്ങ് ഇരുന്ന് അവരാധിച്ചു വന്നവൻ. മനസ്സിലായോ? ഇതൊക്കെയാണ് ഇവന്റെ കൺവേർട്ട് ചെയ്തു. അന്ന് എല്ലാവരും അത് മറന്നു. ഈ പറയപ്പെട്ട ഞാൻ പറയട്ടെ, ഇവൻ ഇതേ സ്ട്രാറ്റജിയാണ് ഇന്റെ അടുത്ത് ഇപ്പൊ നമ്മളെ അടുത്ത് അടിക്കുന്നത്. അഥവാ ഇവൻ നമ്മളെ ചൊറിഞ്ഞ് നമ്മളെ ഡൗൺ ആക്കി ഒരു ലൂപ്പിലേക്ക് കൊണ്ടുപോയി ഇത് കണ്ടിന്യൂ ചെയ്ത് ഇതിലിരുന്ന് ഇങ്ങനെ അവരാധിച്ച് അതിലൊരു ആനന്ദം കാണുന്ന ഒരുത്തനാണ്. മനസ്സിലായോ? അഥവാ എവിടെ ഇതാ ടീച്ചേനെ പറയുന്ന ഒരു സാധനം ഉണ്ട്. ടീച്ചേനെ പറയണെങ്കിൽ ആൾ കേൾപ്പിച്ചരാ, വെയിറ്റ് ആക്കൂ, 1 by 1 കേൾപ്പിച്ചരാ. ഞാനിത് വേണ്ടാന്ന് കരുതി ഞാൻ എൻ്റെ ഒരു കാര്യം നോക്കി പോകുമ്പം ഇതിൽ ഒരു കാര്യത്തിൽ ഞാൻ ഈ ടിവിനെ ഈ കൊട്ടനെ ഞാൻ വലിച്ചിടാൻ വന്നിട്ടില്ല. ഇന്നെ വെറുതെ ആവശ്യമില്ലാതെ വീട്ടുകാരൊക്കെ പറഞ്ഞ് ഇവ ആരടാ പോകുമ്പം ഇതിൽ ഒരു കാര്യത്തിൽ ഞാൻ ഈ ടിവിനെ ഈ കൊട്ടനെ ഞാൻ വലിച്ചിടാൻ വന്നിട്ടില്ല. ഇന്നെ വെറുതെ ആവശ്യമില്ലാതെ വീട്ടുകാരൊക്കെ പറഞ്ഞ് ഇവ ആരടാ മൈര, ഇത് നിർത്തിയാലും നിർത്തി അങ്ങ് പോവുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ഒരണ്ടിയില്ല. പ്രത്യേകിച്ച് ഇവന്മാരായോണ്ടാ ഞാൻ ഇത് ഇത്രയും പറഞ്ഞു. കേട്ടോ, വേറെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ശരിക്കും ഞങ്ങൾക്ക് ഇവന്മാരെക്കാളും പ്രശ്നമുള്ളവന്മാരുണ്ട്. TG ഒക്കെ ഞാൻ അവരാധിച്ചതുപോലെ ലോകത്താരെ ഞാൻ അവരാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾ മര്യാദക്ക് പോകുന്നതിന്റെ കാര്യം ആർക്കും അങ്ങോട്ട് ഞങ്ങൾക്ക് അമ്മമാരെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. ഇപ്പോഴും വന്ന് തല്ല് മേടിച്ചിട്ട് പോയി. ഇപ്പൊ ലാസ്റ്റ് വന്നിട്ട് ഞങ്ങൾക്ക് അമ്മമാരെ തല്ലിയാലും ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞ് ഞങ്ങൾക്ക് സങ്കടം വന്നിട്ടാണ് ഞാനിപ്പോ ഒന്നും പറയാത്ത. കാരണം എന്താ വെച്ചാൽ അവന്മാർക്ക് ഇപ്പൊ അത് കണ്ടന്റ് അല്ല. മനസ്സിലായോ? ലിറ്ററലി കണ്ടന്റ് അല്ല ആ പരിപാടി. അവന്മാര് നിർത്തി. ഇപ്പൊ നമ്മളെ ചൊറിയണ എന്താ വെച്ചാൽ നമ്മളെ തല്ലണത് അവന്മാർക്ക് കുറച്ച് കണ്ടന്റ് ആണ്. കണ്ടന്റ് ബേസിൽ കുറെ കാര്യമുണ്ട് മുത്തേ. ഈ പറഞ്ഞ പോലെ നമുക്ക് പ്ലേയേഴ്സിനെ കിട്ടാതെ ഈ പറയുന്ന ഓരോരുത്തരുടെ പേര് വെച്ച് ഞാൻ പറഞ്ഞാണ്ടല്ലോ ബാഡാവും. എന്നെ കൊണ്ടത് പറയിപ്പിക്കല്ലേ. ഇവിടെ ഇരുന്ന് 1-ാം മിനിറ്റ് തൊട്ടിട്ട് ഇവൻ പറയുന്നുണ്ടല്ലോ KVന്ന് ഞാൻ ഇറക്കി ഇവന്മാരെ ഊമ്പിച്ചു, എന്നിട്ട് ഞാൻ അവന്മാർക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല, അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല. ബ്രാവോന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബ്രാവോ, എനിക്ക് ആകെ ഒരു സങ്കടമുള്ളൂ, ഇവന്മാരെ അവിടെ ഉള്ള ലൈഫും സ്പോയിൽ ചെയ്തു. എനിക്കാണെങ്കിൽ ഇവന്മാരെ ഇപ്പൊ എടുക്കാൻ ഇങ്ങോട്ട് താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു സാധനം പറയുന്നുണ്ട്, കൺവിൻസിങ് കൊട്ട ഒരു സാധനം പറയുന്നുണ്ട് ഇവിടെ. എവിടെ അറിയോ? 31-ാമത്തെ മിനിറ്റിൽ ഇവന്മാരെ ഫ്യൂച്ചർ അങ്ങ് പോട്ടെ ചെയ്ക്കേ, അത് നന്നായി. മനസ്സിലായോ? എനിക്ക് പറഞ്ഞിരുന്നതാ അങ്ങനെ അത്രയും. പിന്നെ വേറെ ഏതൊരുത്തനും കൂടി ആരാ നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയില്ല. 4-5 പേര് KV എന്നുള്ള പ്ലേയേഴ്സ് ആ 4-5 പേരെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് ഇറങ്ങിയപ്പോ പിന്നെ ഒക്കെപ്പാട് ഇറങ്ങി വന്ന് നമ്മളെ ഈ പറയുന്ന KVയിൽ 9 സ്ലോട്ട് ഉണ്ടായിരുന്നു. ആ 9 പേരും അല്ല, TVയിലുള്ള അസെൻസിയോ അടക്കം 10 പേര് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പേര് വന്നപ്പം ആ KVന്ന് ഇറങ്ങിയ 9 പേരിലുള്ള ആൾക്കാരൊന്നും അല്ല ഇതിലുള്ള. ഫെക്സർ ഇല്ല, വേറെ ആരൊക്കെയോ ഇല്ല അതില്. ഒസാക്ക കേറുന്നുണ്ട്. ഇന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈത്താറ്റി കടലിന്റെ നടുവിൽ നിൽക്കണ മാതിരി. എനിക്കിപ്പം ഉമ്മാരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുക്കാന്ന് പറഞ്ഞ് ഉമ്മാരെ അവിടുന്ന് ഇറങ്ങിയും ചെയ്ത്, ഉമ്മാരെ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നോട്ടെ തിരിഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പം ഞാൻ ആ ഓപ്പർച്യൂണിറ്റി കളയാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിക്ക് അതിന് 1-ാമത്തെ മിനിറ്റ് മുതലേ കൺവേർട്ടിങ്ങാ. മനസ്സിലായോ? അല്ല, കൺവിൻസിങ് ആ. ഇവ എന്നോട് എന്താ അറിയോ, എടുക്കണ്ടെന്നാണ് പറയില്ല, പക്ഷെ എടുക്കണ്ടെന്നുള്ളത് തല കുത്തനെ ഇങ്ങനെ മൂക്കുടിച്ചൂല, ഇങ്ങനെ മൂക്കുടിച്ചു. മനസ്സിലായോ? എടുത്താ പണി ആവേ, എടുത്താ നീ ഊമ്പിയേ, എടുത്താ ശരിക്ക് ഊമ്പി, ഗ്യാങ് ഊമ്പി. അതൊക്കെ ഉണ്ടടാ ഇതിലെല്ലാ സാധനം ഉണ്ട്, എല്ലാ ഇതിലെന്നെ ഉണ്ട്. ഈ ഒരു ക്ലിപ്പില് എല്ലാം ഉണ്ട്. ഇത് ഞാൻ പറയുമ്പോ ഇത് ഇങ്ങനെയല്ല, ഇത് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ടല്ലോ.
പക്ഷെ ഇതില് കുറെ ആൾക്കാരെ കുണ്ണത്തര ഇതിൽ പുറത്തു വരും. അത് എനിക്ക് വേണ്ട, അത് കരുതിയിട്ടാ ഈ പറയുന്ന 2 മണിക്കൂർ 3 മിനിറ്റ് ഇത് ഓണാക്കി വെച്ച് ഞാൻ പോയി ചോറൊക്കെ വെച്ച് വരണം. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്. മനസ്സിലായ? ഇവനെ പോലൊരു അമ്പി, ഇവനാണ് അമ്പി. മനസ്സിലായ? ദ റിയൽ അമ്പി ഇവനാണ്. ഹലോ, അമ്പിക്കോട്ട പോലെ അറിയാവുന്നവനാ. പക്ഷെ അവന് ATXനെ കൊണ്ടുവരണം എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കും അവനിത് ചെയ്യുന്നത്. ഫ്ലഫി ആണെങ്കിലും നിഗോഡാണെങ്കിലും നിങ്ങളുടെ ഗ്യാങ്ങിന് വേണ്ടി നിൽക്കുന്നുണ്ടോ? ഓക്കെ, പക്ഷെ അവനതൊക്കെ നല്ലപോലെ അറിയാവുന്നതാണ്. ഈ ഗ്യാങ് ബിൽഡ് ചെയ്യുന്ന കാര്യം ഇവന്മാരുടെ തനിക്കണമല്ല. ഈ കാണിക്കണത് എക്സ്ട്രീം മണ്ടത്തരമാണ്. ഇനി അല്ല ഞാൻ പറയാം ഓപ്പണേറ്റ്, അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ആദ്യം ഒരു മാക്സിമം ഒരു 5-6 സ്ലോട്ട്. ഇതല്ല ഷെയ്ഖ് അന്ന് വീട്ടിൽ വന്നിട്ട് തിരിച്ചു കഴിഞ്ഞ് എന്നെ വിളിച്ചപ്പോ ഷെയ്ഖ് എന്തോ പറഞ്ഞു, ഞാൻ കൂടിപ്പോയ ഒരു 2-3 പേരെ എടുക്കുന്നുള്ളൂ എന്നാണ് ഷെയ്ഖ് എന്നോട് പറഞ്ഞത്. ഞാൻ അന്നേരം ഷെയ്ഖിനോട് പറഞ്ഞു, ഷെയ്ഖ് അത് ചെയ്തിട്ട് പയ്യെ ബിൽഡ് ചെയ്യ ഷെയ്ഖ്, ഏറ്റവും നല്ലതാണെന്ന്. നിങ്ങളിപ്പോ ഇവന്മാരെ അഥവാ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഒരു ഔട്ട്പുട്ട് ഞാൻ പറഞ്ഞുതരാം. മൊത്തത്തിൽ ഇത് ഇങ്ങനെ തന്നെ ഉമ്മാരെടുത്താ ഊമ്പും, ഉമ്മാർ അങ്ങനെ ആക്കീണ്, ഉമ്മാർ ഇങ്ങനെ ആക്കീണ് എന്നെല്ലാം പറഞ്ഞു. ഇപ്പൊ ഇരുന്നുകാണ്ട് എന്താ പണി വെച്ചാല് T47ഉം ഇനിയും തമ്മിൽ തല്ലിച്ച. അഥവാ ഇൻ കേസ് ഞാൻ ഗ്യാങ് ആയി സിറ്റി വന്നു കഴിഞ്ഞാൽ T47 പ്ലേയേഴ്സ് ഇന്ത്യയിൽ കളിക്കരുത്. അവന്മാരെ ഇതാക്കണം. എന്ത് ഷെയ്ഖ് എന്നെ നിങ്ങളൊക്കെ പറ്റി ഇങ്ങനെ എല്ലാം പറഞ്ഞാണ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതിനെ തന്നെ അത് കൊട്ട പറയിപ്പിച്ചതാ. മനസ്സിലായോ? ഇരുന്ന് എന്തെല്ലോ പ്രൂഫ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, അപ്പുറത്ത് പോയി ഇത് പറഞ്ഞു, ഇപ്പുറത്ത് വന്ന് അത് പറഞ്ഞു. എടാ ഞാൻ പറയടപ്പ നിർത്തട, അത്ര കാലയില്ലേ മയിലേ, വേറെ വല്ല പണി നോക്ക്. ഇരുന്ന് ഇങ്ങനെ തല്ലിച്ചിന്റെ പണി എടുത്തിട്ട് ഞാൻ പറയല കഴിച്ചു. എനിക്ക് മടുത്ത്. ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ എത്ര മിനിറ്റ് ആയി ലൈവ്? ഞാൻ പറയാം ഇപ്പൊ എത്ര മിനിറ്റ് ആയി ഞാൻ ലൈവ് തുടങ്ങിയിട്ട്? 1/2 മണിക്കൂറായപ്പോത്തിന് എനിക്ക് ചടക്കൽ തുടങ്ങി ഈ പരിപാടി. ഇവനൊക്കെ എങ്ങനെ ഇത് 1 മണിക്കൂർ ഇരുന്നിങ്ങാണ്ട് ഇങ്ങനെ അവരാധിച്ചാണ്ട്, ഞാൻ പറയുമ്പോ ഇത് 2 മിനിറ്റ് ഓണാക്കിങ്ങാണ്ട് പോയി തരാം. നിങ്ങൾക്ക് ബുദ്ധിയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോ ഇവന്റെ ഒക്കെ സ്വഭാവം എന്താന്നുള്ളത്. മാരിനെ പറ്റി ഇന്നോട് തന്നെ മാരിനെ പറ്റി ഇരുന്ന് കുറ്റം പറഞ്ഞ് മാരിന്റെ ഇത്രയും കിട്ടിയത് ശരിക്കും പഠിച്ചില്ലേ, ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ വന്നാണ്ട് മാരിനെ കുറ്റം പറഞ്ഞപ്പം അപ്പൊ മാരിന്റെ സൈഡ്, മാരിനെയൊക്കെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് ഷെയ്ക്ക് ഇന്നലെ വന്നുകാണ്ട് ഇരുന്ന് മാരിനെ ആരാധിക്കുന്നു. മാരിനെ ഇരുന്ന് കുണ്ണത്തരം പറയണതിന്റെ ക്ലിപ്പാണത്. കൊട്ട എന്നെ കൊണ്ട് ഇതൊന്നും പ്ലേ ചെയ്യിപ്പിക്കല്ലേ, വെറുതെ എന്നെ ചിരിപ്പിക്കല്ലേ മയിരി. എനിക്ക് മൊത്തത്തില് ഞാൻ പറയാലോ പൊട്ടന്മാരെ മാരി ആവല്ലേ, എനിക്ക് അത്രേ പറയുന്നുള്ളൂ. ഞാൻ ഇതിലൊന്നും ഇടപെടാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ, എന്താ ഞാൻ TVക്കെതിരെ ഞാൻ ചെയ്തത്? അല്ലെങ്കിൽ ഈ പറയണ ഈ ഈഗിളിനെതിരെ ഞാൻ ഇത്ര റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിച്ച ഇവനെ ഞാൻ ഒരു മണ്ടനെ പോലെ ഇവനെ വിശ്വസിച്ച് ഇവൻ പറയുന്നുണ്ടല്ലോ ഇവനോടൊന്ന് ഇവ അന്ന് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവ എന്തൊരു പൊട്ടന്മാരെ പോലെയാണ് ഈ ഓഡിയൻസിനെ കൺവേർട്ട് ആക്കണത്. എന്നാണ്ട് ആദ്യം പറയണേ, നിങ്ങൾ പറയുന്നത് ശരിയാ ചാറ്റ്, ഞാൻ നിങ്ങളങ്ങ് പറയുമ്പോ വിശ്വസിച്ച് പോവും. ഇവന്മാരെന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരുന്ന് നല്ല രീതിക്ക് സംസാരിച്ച ഇവന്മാരെല്ലാം ഞാൻ വിശ്വസിച്ചു പോകും. നിങ്ങൾ പറയണത് ഞാൻ എത്ര ആയിട്ടും പഠിക്കണില്ല മൈരേ, ഞാൻ വല്ലതും പറയും പൊയ്ക്കൊന്ന് എൻ്റെ മുമ്പ്. ഇതാ കൺവിൻസിങ് ഡോണ്ട് ടേക്ക് പ്ലേയേഴ്സ് ജാങ്കോനെ പറ്റി പറയുന്നത് ഷമീർ തൊപ്പിന്റെ കേട്ടില്ലേ? ഇല്ല ഇത് ഇനി ബാക്കിയുള്ളൊന്നും എനിക്ക് ഞാൻ പറയണില്ല. അവിടെ വാച്ച് പാർട്ടി ആണെങ്കിൽ പൊന്നു മോനെ സിറ്റി കയറി വല്ല വെടിയും വെക്കാൻ കജ്ജോ നോക്കുക, അല്ലാതെ ഇരുന്ന് ഇന്റെ ലൈവ് വാച്ച് പാർട്ടി ചെയ്യണതിന് ലേശം എളുപ്പം. കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ വാച്ചിങ് ഉള്ള നമ്പർ 1 സ്ട്രീമറാണ്. നമ്മളെ പോലത്തെ പാവങ്ങളെ സ്ട്രീമിംഗ് ഒക്കെ വാച്ച് പാർട്ടി ചെയ്ത് ഊമ്പല്ലേ ദയവ് ചെയ്തിരുന്നിട്ട്, മണ്ടനെ പോലെ ഇരുന്ന് ഊമ്പല്ലേ, അത്രേ പറയാനുള്ളൂ. അങ്ങനെ ആയിപ്പോയി ശരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പറയല്ല അങ്ങനെയൊന്നും. അല്ല ഇവന്റെ ഒരു വിചാരം ഉണ്ടടാ, ഇവൻ തന്നെ എല്ലാം പറയാൻ പറ്റുള്ളൂ. ഞാനെന്താ ഞാൻ ഇവനെ പോലെ ഇരുന്ന് വലിയ വായ്ത്താളം അടിച്ച് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ളത് പറയാനൊന്നും എനിക്ക് താല്പര്യമല്ല. വാച്ച് പാർട്ടി ഓഫ് ആക്കിയോ? വാച്ച് പാർട്ടി ഓഫ് ആക്കിയിട്ട് കൺവേർട്ടിങ് കേൾക്കാറാം പറ്റുന്ന പോലെ പോയാണ്ട് ഇരുന്നാണ്ട് കൺവേർട്ടിങ് എന്താ കാണണ്ടോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങാനും ഒരുത്തന്റെ ഓസി ആയിട്ട് നീ വന്ന ഞാൻ അപ്പൊ പറഞ്ഞുതരാം. നിന്നെ പേടിപ്പിക്കുന്നോ പറയിപ്പിക്കുന്നോ എന്നല്ല, മനസ്സിലായോ പുണ്ടച്ചി? നിനക്കൊരു തോന്നലുണ്ട്, നിനക്ക് മാത്രം തെറി പറയാനും നിനക്ക് മാത്രം എല്ലാരും ഇരുന്ന് ആരാധിക്കാനും എന്തോ ഒരു ലൈസൻസ് അല്ലാണ്ട്. ഞാൻ നിന്റെ കണക്കിന് ഞാനും നീ ഒരേമാതിരി ആവരുത് എന്ന് കരുതിയിട്ടാ ഞാൻ കുറെയൊക്കെ കൺട്രോൾ ചെയ്ത് നിന്റെ കാര്യങ്ങൾ നോക്കി പോണേ. ഇരുന്ന് ഊമ്പല്ല അധികം, മനസ്സിലായോ? ഫുൾ വീഡിയോ വെച്ചുകൊണ്ട് ഞാനത് പോവും. ഫുൾ വീഡിയോ അത്ര ഇരുന്ന് കൂട്ടത്തിൽ നിന്നാണ്ട് മാൻഡ്രേക്ക് നിങ്ങൾക്കാണ് ഷെയ്ക്ക്, മാൻഡ്രേക്കിനെ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ച മാൻഡ്രേക്ക് നിങ്ങളെ കൂടെയാണ് എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞ് അവന്മാരെ
കുറച്ചെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാർ ഓന്റെ ലൈവ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ മനസ്സിലായിക്കോ, ഇവൻ ഈ ഇരുന്ന് അപരാധിക്കണതൊക്കെ ഞാൻ ഒന്നും ഇവനെ ചെയ്തിട്ടില്ല. നമ്മളെ ഓഡിയൻസ് ആണ് എന്ന് പറയപ്പെടുന്ന ചാറ്റ് അവിടെ പോയി പറഞ്ഞു എന്നുള്ളതിന്റെ പേരിലാണ് എന്തെങ്കിലുമൊക്കെ നീ എന്തോ ചെയ്യും മൈരേ, നീ എന്തോ ചെയ്യും എന്നെല്ലാം ചോദിച്ചാണ്ട് അവന്മാർക്കുള്ള മറുപടി ഞാനായിങ്ങാണ്ട് പോണത്. മനസ്സിലായോ? അങ്ങനെ ചെയ്യാനാണെങ്കിൽ സിനോക്സ് മൈരൻ എന്ന് പറഞ്ഞാണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. മിഞ്ഞാന്ന് ഇവിടെ ഞാൻ മറ്റേ ഫോർസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ചാറ്റിൽ വന്നിരുന്നു. ആ ചാറ്റിൽ വന്ന സമയത്തും ഞാൻ ഓനോട് മര്യാദക്ക് സംസാരിച്ചിട്ടാണ് ഓൻ്റെ അടുത്ത് അവനെ പറ്റി മാത്രം കുറ്റം പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത്. അല്ലാതെ അപ്പോഴും അവൻ കോണ്ടന്റ് ചെയ്യുന്നത് ടിവിന്റെ ആണെന്നും ഈ കൊട്ടന്റെ ആണെന്നുള്ളത് എനിക്ക് അറിഞ്ഞിട്ടും ഞാൻ ഈ കൊട്ടനെയും ചട്ടിനെയും ഒന്നും അതിൽ ഞാൻ വലിച്ചിട്ടിട്ടില്ല. ഞാൻ ആ സിനോക്സിനുള്ള കൊടുത്തുങ്ങാണ്ട് വിട്ടിട്ടുള്ളൂ. അപ്പൊ നിനക്ക് അതേപോലെ നമ്മളെ ചാറ്റിന്ന് ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ അവന്മാരെ പിടിച്ച് അവന്മാർക്കുള്ള മറുപടിയോട്, അല്ലാതെ എനിക്കിട്ടല്ല. മനസ്സിലായ? എന്തിനും നീ ഏതിനും നമ്മളെ തലയില് ആർസിസാന്റെ തലയില് RX സെന്ററോ എന്തിനാ തീട്ടപ്പെട്ടോ അതോലൊക്കെ എന്തിനാ ഈ RX സെന്ററിന്റെ പറയണേ? തീട്ടം പോയോ അതോലൊക്കെ ഇവൻ ആരടാ? RX സെന്ററാ അത്ര അച്ചിപ്പട്ടി. അല്ല, ഞാൻ കൊറേ കാലമായി മനസ്സിനൊരു ക്ഷമ പൊട്ടണ ഒരു നെല്ലി മറ്റേതൊരു ഇതുണ്ട്, അതുവരെയൊക്കെ ക്ഷമിക്ക. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഇരുന്ന് തന്തക്കൊക്കെ വിളിക്കുന്നു ഇന്നലെ നോക്കുമ്പോ, ക്ലിപ്പൊക്കെ നോക്കുമ്പോ. ആരടാ ഇവ രാവിലെ വന്നാണ്ട് ഒരു വീഡിയോ ഇടും, ഗൈസ് ഞാൻ ഇത് 2 ദിവസം മുമ്പ് ചെയ്യണം എന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു. നിങ്ങൾ അർജന്റീനന്റെ ലെജൻസിനെയും മറ്റേ പോർച്ചുഗലിന്റെ ലെജൻസിനെ ഒന്നും പറ്റിയിട്ട് നിങ്ങളൊന്നും പറയരുത്, അവരെ സ്കില്ലിനെ പറ്റി നിങ്ങൾ നോക്ക്, അല്ല നിങ്ങൾ അവരെ പറ്റി ഒന്നും പറയും. എന്നിട്ട് രാത്രി വന്ന് ക്യാമറ ഓഫാക്കി വേറുള്ള ആൾക്കാരെ ലെവലിൽ പോയാണ്ട് കമ്മ്യൂണിറ്റി മറ്റേ അണ്ടിയാണ് പറയാണെന്ന് പറഞ്ഞാണ്ട് നടക്കണ കുണ്ണൊക്കെ വന്നിരുന്നാണ്ട് അവരാധിക്കണ് പച്ചക്കും തന്തക്കും തള്ളക്കും ഇരുന്നിട്ട്. ഇവനാണ് മറ്റേ CR7 മെസ്സിന്റെ ഈ സാധനം പറഞ്ഞതിനൊക്കെ ഇരുന്നാണ്ട് ഇതാക്കണേ. കൊട്ട നീ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കല്ലേ, എനിക്കത് പറയാൻ താല്പര്യം ഉണ്ടായിരുന്നല്ല. ഇൻഫ്ലുവൻസേഴ്സ് പോലും അങ്ങനെയാണ് ഇപ്പോഴെന്ന്. ഫാൻ ഫൈറ്റ് ഓക്കെ, പക്ഷെ ഗ്രഡ്ജ് ആവല്ലേ. മനസ്സിലായോ? നിനക്ക് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാ മോണോപോളി എക്സ്ട്രീം ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കുണ്ണ, അത്ര എനിക്ക് നിന്നെ പറ്റി പറയാനുള്ളൂ. ഒറ്റ സിംഗിൾ വേർഡില് മോണോപോളി വേണമെന്ന് മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കുണ്ണ, അത്രേ നീ ഉള്ളൂ. ഇനി നിന്റെ അവിടുന്ന് ആരെങ്കിലും ഇതിനെ പറ്റി തൊള്ള തുറന്ന് ഓരോരുത്തരുടെ സാധനം എൻ്റെ ഉണ്ട്, ഞാനും ഇതേമാതിരി വെച്ചിരുന്ന് അവരാധിക്കും. എനിക്ക് അതിന് ഉള്ളൊരു സാധനം തരുന്നത് ഈ പറയപ്പെട്ട ഗ്രൂപ്പിലുള്ള സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ കാണിച്ചുതരാം. ഒറ്റ ഒന്നിനോടും നിന്റെ പ്ലേയേഴ്സിനോട് RG7 സൈഡിൽ നിന്ന് ഒറ്റ ഒന്നിനോടും ഈ പറഞ്ഞ പോലെ ഒരു മിസ്റ്റേക്കും നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവരുത്. ഒരാൾ പോലും മോശം ചെയ്യുങ്ങാണ്ടോ അല്ലെങ്കിൽ ഇരുന്നുകാണ്ട് അവന്മാർ അവിടെ ഇരുന്ന് ചൊറിയണേന് നമ്മൾ മറുപടി കൊടുക്കണ്ടെന്നാണ് ഞാൻ അന്നേ ഇന്നും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നീ അതല്ല, പറ്റുമെങ്കിൽ നീ നിന്റെ പിള്ളേരെ കൺട്രോൾ ചെയ്യും.